ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ UK ഡ്രൈവിങ്ങിൻ്റെ ചില ടിപ്സുകളാണ്. ഈ വീഡിയോയിൽ നമ്മളൊരു മോട്ടോർ വേയിൽ ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്താണ് പോകുന്നത്. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നില്ലാത്തപ്പം നമ്മൾ ലെഫ്റ്റ് ലൈനാണ് കീപ്പ് ചെയ്ത് പോകേണ്ടത്. നമുക്കിപ്പം ഈ ലെഫ്റ്റ് ലൈൻ സെപ്പറേറ്റ് റൂട്ടാണ്. അത് മനസ്സിലാക്കാനായിട്ട് റോഡ് മാർക്കിംഗ് ശ്രദ്ധിച്ചാൽ മതി. മിഡിൽ ലൈനിലും ലെഫ്റ്റ് ലൈനിലും റോഡ് മാർക്കിങ്സിൽ അതിൻ്റെ ഗ്യാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലെഫ്റ്റ് ലൈനിലെ റോഡ് മാർക്കിങ്സ് വളരെ അടുത്താണ്. അത് സെപ്പറേറ്റ് റൂട്ടിലേക്കാണ് പോകുന്നത് ആ ലൈൻ. അപ്പോൾ നമ്മളിത് അവിടുന്ന് ആ മോട്ടോർ വേയിൽ നമ്മൾ എക്സിറ്റ് എടുത്ത് നമ്മളടുത്ത് റൗണ്ട് അബൌട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. റൗണ്ട് അബൌട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റൈറ്റ് ലൈനിൽ നിന്നുള്ള വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാവുള്ളൂ. അവർക്കാണ് പ്രയോറിറ്റി ഉള്ളത്. UK വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണിത്. റൗണ്ട് അബൌട്ട്സ് ആണ് ഏറ്റവും പാടായിട്ടുള്ളൊരു കാര്യം. പിന്നെ റൂൾസും റെഗുലേഷൻസും ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പോലെ തന്നെ സെയിം ആണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സൈൻ ബോർഡ്സും റൂൾസും എല്ലാം കൃത്യമായിട്ടെല്ലാം ഫോളോ ചെയ്യുകയും എല്ലാം ഉണ്ട്. ഇത് ഇപ്പോൾ ഒരു സ്പീഡ് ക്യാമറ ആണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് 70 മൈൽസ് ആണ്. അപ്പം അത് മോണിറ്റർ ചെയ്യാനാണ് സ്പീഡ് ക്യാമറ. ഇത് നമുക്ക് മാപ്പിലെല്ലാം നമുക്ക് കാണാം എവിടെയൊക്കെ സ്പീഡ് ക്യാമറ ഉണ്ട് എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് മാപ്പിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബേസിക്കലി സ്പീഡ് ഇച്ചിരി കൂടുതലാണെങ്കിലും നമ്മൾ സ്പീഡ് ക്യാമറയിൽ അടുത്തെത്തുമ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഡ്രൈവേഴ്സ് എല്ലാം തന്നെ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. കറക്റ്റ് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടും അത് സെപ്പറേറ്റ് റൂട്ട് എടുത്ത് പോവുകയാണ്. അത് റോഡിലും മാർക്കിങ്സ് ഉണ്ട്. ആ റൂട്ട് എങ്ങോട്ടാണെന്നും എല്ലാ കാര്യവും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു റെയിൽവേ ക്രോസിങ്ങിലേക്കാണ്. ട്രെയിൻ വരുന്നതുകൊണ്ട് അവിടെ സിഗ്നൽ തെളിഞ്ഞിട്ടുണ്ട്. അവിടെ ദൂരെ കാണാം നമുക്ക് റെഡ് ലൈറ്റ് മിന്നുന്നത്. അത് എല്ലാ വണ്ടിയും സ്റ്റോപ്പ് ചെയ്തു. നാട്ടിലെ പോലെ അങ്ങനെ ആരും അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും ചാടിപ്പോകുന്നുമില്ല. എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തേ പോകാറുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ആക്സിഡൻറ്റ് റേറ്റ് വളരെയധികം കുറവാണ്. ഇപ്പോൾ നമ്മളൊരു വില്ലേജ് ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്തു. അപ്പോൾ ബേസിക്കലി റോഡ് സ്പീഡ് ലിമിറ്റ് 30 മൈൽസായി. അവിടെ സൈൻ ബോർഡ് ഉണ്ട്. അത് 20 മൈൽസ് എഴുതിയിട്ടുണ്ട്. സ്കൂൾ ടൈമുകളിൽ 20 മൈൽസ് ആവും. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് തെളിയും. ഇതിൻ്റെ പ്രധാന കാരണം ആൾക്കാർ ഒത്തിരി ഔട്ട്ഡോർ ഉണ്ട്. അപ്പോൾ ആക്സിഡൻറ്റും മറ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ റൂൾസ് വയലേഷൻസ് കുറയാൻ കാരണം ഇവിടുത്തെ സ്ട്രിക്റ്റ് റൂൾസ് തന്നെയാണ്. ഇത് മെയിനായിട്ട് നമ്മൾ റൂൾസ് വയലേഷനിൽ നമുക്ക് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ലൈസൻസിൻ്റെ പോയിൻ്റാണ്. ഇവിടെ ലൈസൻസ് കിട്ടാൻ വളരെ ടഫാണ്. അതുപോലെ തന്നെ ലൈസൻസ് പോകാൻ വളരെ എളുപ്പമാണ്. ഒരു 2-3 റൂൾസ് ബ്രേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് കട്ടായി നമ്മുടെ ലൈസൻസ് തന്നെ ക്യാൻസലായി പോകുന്നതാണ്. ആ വണ്ടി അപ്രോച്ച് ചെയ്തു. കാരണം ഞാൻ സേഫ് ഡിസ്റ്റൻസ് ഉണ്ട് പുള്ളിക്ക് റോഡിലേക്ക് അപ്രോച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് ആ പുള്ളി അപ്രോച്ച് ചെയ്തത്. ഇവിടെ എല്ലാവരും തന്നെ കൃത്യമായി കറക്റ്റായിട്ട് 2 സൈഡും ശ്രദ്ധിച്ച് മാത്രമേ റോഡിലേക്ക് എൻ്റർ ചെയ്യാറുള്ളൂ. ബ്ലൈൻഡായിട്ട് അങ്ങനെ ആരും റോഡിലേക്ക് എൻ്റർ ചെയ്യാറില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വാൻ ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പോവുകയാണ് ലേ ഓവറിലേക്ക്. ഇവിടെ ലോറികളും മറ്റു വാഹനങ്ങളുമൊക്കെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിർത്തിയിടാനും പിന്നെ റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള ഏരിയയാണ്. ഇപ്പോൾ കാണുന്ന സൈൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്പീഡ് ലിമിറ്റാണ്. വൈറ്റ് സർക്കിളിൽ ഒരു ബ്ലാക്ക് ലൈൻ. ഇപ്പോൾ നാഷണൽ സ്പീഡ് ലിമിറ്റ് മോട്ടോർ വേയിലേത് കാറുകൾക്ക് 70 മൈൽസും ലോറികൾക്ക് 60 മൈൽസുമാണ്. അപ്പോൾ നമ്മൾ മോട്ടോർ വേ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം 60 മൈൽസിന് എബോവ് ആയിരിക്കണം നമ്മൾ മോട്ടോർ വേയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്പീഡ്. കാരണം കാറുകളൊക്കെ നമുക്ക് ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്യുന്ന കാറുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ലൈൻ മാറ്റിത്തരും. പക്ഷേ ലോറികൾ അങ്ങനെ മാറ്റിത്തരില്ല. അത് ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും മോട്ടോർ വേ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡ് അതിലേക്ക് മെർജ് ചെയ്യാൻ പാകത്തിന് അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തെത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യമൊന്നും നമ്മളെപ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ മോട്ടോർ വേ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഇപ്പോൾ നമുക്ക് കാണാം ലൈൻ ക്ലോഷർ സ്ലോ ഡൗൺ ടു 40 മൈലിന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 70 മൈൽസിൽ നിന്ന് 40 മൈൽസിലേക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യണം. കാരണം ഫ്രണ്ടിലൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൃത്യമായിട്ട് റൈറ്റ് ലൈൻ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൽ ആരോ ചിഹ്നം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം റൈറ്റ് ലൈനിൽ കോൺസ് വെച്ചിട്ടുണ്ട്. അത് ഈ ഡയഗണലി വെച്ചേക്കുന്നതിൻ്റെ കാരണം ഏതെങ്കിലും വണ്ടി റൈറ്റ് ലൈനിലുണ്ടെങ്കിൽ അവർക്ക് മാറാനാണ്. ഈ ആക്സിഡൻറ്റ് നടന്ന ഇന്നലെയാണ്. ഇത് ഇച്ചിരി ഫ്രണ്ടിലായിട്ടാണ് ആക്സിഡൻറ്റ് നടന്ന മിഡിലെ സെൻറ്ററിലെ ബാരിക്കേഡ് ഇന്നലെ ഒരു കാർ വന്ന് ഇടിച്ച് തകർത്തു. അപ്പോൾ അത് ഇളകി റോഡിലേക്കുണ്ട്. പകുതി ഭാഗം റോഡിലേക്ക് തള്ളിക്കിടക്കുകയാണ്. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. വർക്ക് തുടങ്ങുക യൂഷ്വലി മിഡ് നൈറ്റിലാണ്. വണ്ടിയൊക്കെ കുറഞ്ഞ് കഴിഞ്ഞിട്ടേ തുടങ്ങാറുള്ളൂ. കാരണം
വർക്ക് ചെയ്യുന്നവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. ഇവിടെ UK-യിലെല്ലാം തന്നെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് നോക്കി അവർ വർക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് അത്രയും ദൂരത്തിൽ കോൺസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത മോട്ടോർ വേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ മോട്ടോർ വേയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് A14 ജംഗ്ഷൻ 36ഉം 37ഉം ബ്ലോക്ക്ഡാണ്, നോ ആക്സസ് ആണ്. ഞാൻ ജംഗ്ഷൻ 32ലേക്ക് എക്സിറ്റ് എടുത്തു. എനിക്ക് പോകേണ്ടത് കേംബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.